അങ്ങനെ ഒരു 9:05 ആയപ്പോഴത്തേനും ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. എങ്ങോട്ട് പോകണം, എവിടെയാണ്. അവിടെ ചെന്ന് കയറിയപ്പോഴോ ഭയങ്കര തിരക്ക്. ഇപ്പം അവിടെ ഉത്സവം നടക്കുകയാണല്ലോ. 22-ാം തീയതിയാണ് ഉത്സവം അവസാനിക്കുന്നത്. അന്ന് വരെ നല്ല ആളായിരിക്കും. അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉള്ളവർ ഭഗവാനെ കാണണമെങ്കിൽ കുറച്ച് താമസിച്ച് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊന്ന് ദൈവത്തെ കാണാൻ സാധിച്ചു. ഉണ്ണിയപ്പ കൗണ്ടർ വെളിയിലാണ്, പക്ഷെ ഉണ്ണിയപ്പം ക്ഷേത്രത്തിന്റെ സമീപത്തങ്ങാണ്ട് പോയാണ് വാങ്ങിക്കേണ്ടത്. നമുക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം കൊണ്ട് തരാറുണ്ട്, പക്ഷെ അത് തണുത്തിട്ടല്ലേ കഴിക്കുന്നത്. ചൂടോടെ കഴിക്കാനും പറ്റി. അത് ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് എവിടുന്ന് ഇച്ചിരി പ്രസാദം കിട്ടിയത് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് തരികയാണ്. ഇവിടുത്തെ സേവപ്പന്തലിൽ തന്നെ നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടും കേട്ടോ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കുടിച്ചത്. ഓരോ പരിപാടി കഴിയുമ്പോഴും വീണ്ടും അടുത്ത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഭജൻസ്, അപ്പോഴും അവിടെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ.